തെറ്റ് ചെയ്തെങ്കിലും ഇത്രയും വലിയ ലൈഫിലേക്ക് വന്നത്. അപ്പൊ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യില്ലല്ലോ, ടൈം എടുക്കത്തില്ലേ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, സീരിയല് നമ്മളെയൊക്കെ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരാണ് വ്യൂവേഴ്സ്, ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു സീരിയലിന്റെ പ്രൊമോ കാണുമ്പോൾ നമുക്ക് അറിയാം അടുത്ത ഒരു 3 മാസത്തേക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോ നമുക്കുപോലും അറിയണ്ടാവില്ല. അത് ശരി. പിന്നെ വേറൊരു കാര്യം, കുറെ പേര് പറയുന്നുണ്ട് ഇതേ സെയിം പ്ലോട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, ടോം ആൻഡ് ജെറി പാറ്റേൺ. അത് ശരിയാണ്. കുറെ വർഷമായിട്ട് ഏഷ്യാനെറ്റിലല്ല മറ്റ് പല ചാനലുകളിലും വരുന്ന സീരിയൽസ് ആ ഒരു പാറ്റേണില്ല. കാര്യം അത് സക്സസ് ആവുന്നതുകൊണ്ടാണ് അവർ പിന്നെയും ആ ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നന്നായിട്ട് അത് പെർഫോം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു ഏരിയ. അത് വി വിൽ ഡു ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്, അതിന്റെ റിസൾട്ട് ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ ഇനിയും ഒന്നുകൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നയന കുറച്ച് ജാട കുറയ്ക്കണം. അല്ലെങ്കിലും പെൺകുട്ടികൾക്കൊക്കെ ആദർശേട്ടനല്ലേ ഇഷ്ടപ്പെടുള്ളൂ, നമുക്ക് ഫാൻസ് ഒന്നും ഇല്ലല്ലോ. ഇതൊക്കെ നമ്മുടെ സിസ്റ്റേഴ്സ് ആണ്, സിസ്റ്റേഴ്സ്, മൈ സിസ്റ്റേഴ്സ്. ഫാൻസ് ഹായ്. ഡാൻസർ ആണ്, ഡാൻസ് ആണ് കൂടുതൽ അറിയാവുന്ന, ആക്ടിംഗ് ഒന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ല. അവരാരും ഇല്ല അല്ലെ ഓൺലൈനില്? അവരാരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ട് ആരും കാണുന്നില്ല. ആദ്യം ഞാൻ ലൈവിൽ കയറിയപ്പോ അവര് വന്നിരുന്നു. അതെ, ഞാൻ പക്ഷേ ഇപ്പൊ എല്ലാരും പോയി. എല്ലാരും സീരിയല് കാണുമായിരിക്കും. എന്തോ എല്ലാരും സീരിയല് കാണുമായിരിക്കും. നിങ്ങൾ അടിയിടുന്ന കാണാൻ നല്ല രസമാണ്. അപ്പൊ നമുക്ക് കുറച്ചാളും കൂടി അടിയിട്ടാലോ? അടിയൊക്കെ ഉണ്ട്, നല്ല അടിപൊളി അടിയൊക്കെ വരുന്നുണ്ട്. ഹർഷ കേദാസ് ഹായ്. ഞാൻ ആലോചിക്കായിരുന്നു ആദ്യം വന്ന് ജോയിൻ ചെയ്ത സമയത്ത് പൂര ചീത്തവിളി എല്ലാവരും. പക്ഷെ അന്ന് നമ്മുടെ പിള്ളേർക്ക് സപ്പോർട്ട് ആയിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ സപ്പോർട്ടായിരുന്നു. ഈ പിള്ളേർക്ക് നല്ല സപ്പോർട്ടായിരുന്നു. കേട്ടിട്ടുണ്ട് കുറെ ചീത്ത. ഓയ് വർഷ ഹായ്. സീരിയൽ കാണുന്നില്ല, ലൈവ് ഏ സീരിയല് ലൈവും കൂടി ഒരുമിച്ച് കാണുന്നുണ്ട്. എപ്പോഴാ റീടെലികാസ്റ്റിംഗ് ടൈം? എപ്പോഴാ റീടെലികാസ്റ്റ്? എപ്പോഴാണ്? 3 മണിക്ക് വെച്ച് നോക്കിയപ്പോ ഞാൻ കണ്ടില്ല. അത് കാണാറുണ്ടോ? അതും കാണാറുണ്ടോ? ഞാൻ വെച്ച് നോക്കിയായിരുന്നു. ഞാൻ രാവിലെ ഹോട്ട്സ്റ്റാറിൽ കാണും, പിന്നെ രാത്രി കാണും, പിന്നെ റീടെലികാസ്റ്റ് കാണും. നിന്നെ ഇത്ര സമയം കണ്ടോണ്ടിരിക്കാൻ എങ്ങനെ പറ്റുന്നു? എന്നാലും എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ അതിന് വേണ്ടിട്ട് കാണുന്നേ. അത് ശരിക്കും ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ നയന. അത് ക്യാരക്ടറിന്റെ വലിയൊരു സ്ട്രോങ് എലമെന്റ് ആണ് ദേവുവിന്റെ പെർഫോമൻസ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. എന്തെങ്കിലും പറയൂട്ടോ, സജഷൻസ് ഒക്കെ പറഞ്ഞാലും ഈ സീനിൽ നീ പറഞ്ഞു. എന്നെയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നീയാണ്, ഞാൻ പറയാറില്ലേ? ഇല്ലേ ചില കാര്യങ്ങളുണ്ട്. അല്ല, ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. പെർഫോം ചെയ്യുന്ന ആളുകള് നിന്റെ കയ്യിൽ ആ ക്യാരക്ടർ സേഫാ മുന്നോട്ട് പോകുമ്പോ. അല്ല, ചേട്ടനെങ്കിൽ ചെയ്യാനായിട്ടുള്ളതും പറഞ്ഞു തരാറുണ്ട്. നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തരാറുണ്ട്. നയനോടെ കാണാൻ നല്ല രസമാണ്. ഇല്ല, ഇനി ഒരുപാട് നയനെ കരയൊന്നുമില്ല അങ്ങനെ. ഇന്നത്തോടെ കരച്ച് തീരുമെന്നാ തോന്നുന്നത്. ഇനി ഉടനെ കരയുന്നില്ലോണ്ടോ? ഇന്ന് തീരത്തില്ല തോന്നുന്നു, പക്ഷെ അധികം കരച്ചിലില്ല. അല്ല, കുറച്ചുകൂടെ ഇനിയും ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ വരാൻ പോകുന്നത്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. രണ്ടുപേരും തമ്മിലുള്ള സീൻസ് ഒക്കെ കുറെ കൂടെ ഫണ്ണി ആയിരിക്കും. 4:30 തോന്നുന്നു റീടെലികാസ്റ്റ്. ആദ്യം 3 മണിക്കായിരുന്നു, പിന്നെ ഇന്നിപ്പോ വെച്ചപ്പോ 4:30. ഞാൻ ആദ്യം വിചാരിച്ചത് ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ പേജിൽ ലൈവിൽ കയറാന്ന. പിന്നെ വിചാരിച്ചു വെറുതെ ഇതിനെ കുറെ ചീത്ത വിളി കേൾക്കണേ. ഇതാകുമ്പോ നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ ചീത്ത വിളിക്കുള്ളൂ. ഹായ് നയന. പത്തനംതിട്ട അടിപൊളിയാണ്, താങ്ക് യു. എന്തായാലും നമുക്ക് കാണണം പത്തനംതിട്ട ടോപ്പില് നിൽക്കുന്നത്. ഒരു എന്താ പറയാ, ഇപ്പൊ എത്ര എപ്പിസോഡായി? 60യോ? ആർക്കെങ്കിലും അറിയോ ഇതിപ്പോ പത്തനംതിട്ട എത്രാമത്തെ എപ്പിസോഡായി ഇന്ന് വരാൻ പോകുന്നതെന്ന്?
അഭിനയിക്കാൻ സീരിയലിന്റെ എപ്പിസോഡ് പോലും അറിയില്ല. എന്ത് നായികയാണോ ഞാൻ? അല്ല, ഞാൻ എപ്പിസോഡ് സത്യമായിട്ട് നോക്കാറില്ല. പിള്ളേർ ഇപ്പൊ പറഞ്ഞിരുന്നു നോക്കണം. നിങ്ങൾ പറ എത്രാമത്തെ എപ്പിസോഡ് വരാൻ പോകുന്നത്? ആരും പറയുന്നില്ല. ഇപ്പൊ എല്ലാരും ഹോട്ട്സ്റ്റാർ എടുത്തു. അവര് പറഞ്ഞിട്ടുണ്ടാവും അത് വരാൻ ലേറ്റ് ആവുന്നതാ. ആണോ? അനഘ സുനിൽ സ്റ്റേ ട്യൂൺ ഹായ്. അശ്വതി സുനിൽ ഹായ്. ചേട്ടാ ചോദിക്കുന്നത് പൗർണമി തിങ്കൾ സെറ്റ് ആണോ പത്തനംമാറ്റാണോ ഇഷ്ടം? പറ. പൗർണമി തിങ്കൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ, ആദ്യമായിട്ട് എല്ലാരും അറിഞ്ഞ ഒരു സീരിയലാണ്. അത് വേറൊരു വൈബാ. ഇപ്പൊ ഇവിടെയും അതുപോലെ തന്നെ നല്ല അടിപൊളി വൈബായി വരുന്നു. അത് കുറെ നാൾ പോയില്ലേ. എന്നാലും ചേട്ടന് ഏതാ ഇഷ്ടം? ഇഷ്ടം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റും എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടക്കേട് എന്നുള്ളതില്ല. ആദ്യമൊക്കെ വന്നപ്പം എന്താ പറയാ, ഒരു ക്യാരക്ടർ ചേഞ്ച് ആയിരുന്നു. അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ടോട്ടലി ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും ജെല്ലായി, കുഴപ്പമൊന്നുമില്ല. റീൽസ് ഒക്കെ കാണാറില്ലേ? 65 എപ്പിസോഡ് കണ്ടോ പറഞ്ഞത്? 230 എപ്പിസോഡോ ദൈവമേ. അത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാനുള്ള ഫ്യൂവൽ, എനർജി. അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല. ശരിക്കും ചാനലാണെങ്കിലും ഈ പബ്ലിക് ഇമോഷൻസ് മോണിറ്റർ ചെയ്യുന്ന ഒരു ടീം അവർക്കുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവരത് കാണും. യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയാസിലായാലും അനലൈസ് ചെയ്യും. മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്തും. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ മാനിക്കുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. നെഗറ്റീവ് പറയാൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും. അതോർത്ത് നമ്മൾ ആരും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളും ഞാനും ദൈവം ഒന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കഴിവിലും നമ്മുടെ കാര്യങ്ങളിലും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ബാക്കി ലൈവ് നെക്സ്റ്റ് ടൈം വരാം അല്ലേ? സീരിയൽ കാണാൻ തോന്നുന്നുണ്ടല്ലോ. അതെ, ഈ നെക്സ്റ്റ് ടൈം ലൊക്കേഷൻ ഷൂട്ട് പോകുമ്പോൾ എല്ലാവരും ലൈവിൽ വരുന്നതായിരിക്കും. അത് ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ ചാനലിൽ നമ്മൾ വരാം. നെറ്റ്വർക്ക് എന്തൊക്കെയോ ബ്രേക്കായി പോകുന്നുണ്ട്. തന്നെയല്ല, ഇതിന് എന്റെ കൈയും കാലൊക്കെ വേദനിക്കുന്നു. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു എല്ലാ കാര്യങ്ങളും, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പത്രമാറ്റി കാണുന്നതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാത്തിനും ലവ് യു ഓൾ. ബാക്കി ദൈവം പറയും. ഇത്രേ ഉള്ളോ പറയാൻ? ഇടക്കിടക്ക് ഒന്ന് പറയുന്നത് തന്നെ. സപ്പോർട്ട് കാണണം, ടി വി തന്നെ കാണണം എന്നൊക്കെ പറയാറുള്ളതാ. പെട്ടെന്ന് സീരിയലുള്ള ദേഷ്യം കളഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന എപ്പിസോഡ് വേഗം വരട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വരുമായിരിക്കും, ഇപ്പൊ തന്നെ വരും. ഒരു കാര്യം കൂടെ, പഠിക്കുന്ന കുട്ടികൾ പഠിച്ചതിന് ശേഷം മാത്രമേ സീരിയൽ കാണാവുള്ളൂ. ആരും പഠിക്കാതിരുന്ന സീരിയലൊന്നും കാണരുത്. കുറെ നമ്മുടെ ചെറിയ കുട്ടികളുണ്ട്, അവരോട് ഞാൻ പറയുന്നത്. വീട്ടിലെ ചേച്ചിമാര് ഭർത്താക്കന്മാർക്ക് ചോറും കറിയും വെച്ചതിന് ശേഷം മാത്രമേ ഇരുന്ന് കാണാവുള്ളൂ. പൊതുവേ ഒരു അഭിപ്രായമുണ്ട്. 6 മണി തൊട്ട് 10 മണി വരെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ സീരിയൽസ് ആണെന്ന്. ഞാനും അത് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ സീരിയൽസ് കാണാവുള്ളൂ. വാർണിംഗ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.